Hello dear friends and students, welcome to our YouTube channel Technozz. എൻ്റെ പേര് ആരതി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ കോർ സബ്ജക്റ്റായ സ്ട്രക്ചറൽ അനാലിസിൻ്റെ പാർട്ട് 1 ആയിരുന്നു അപ്ലോഡ് ചെയ്തത്. അതിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇക്വിലിബ്രിയം കണ്ടീഷനെക്കുറിച്ചും സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയെക്കുറിച്ചുമായിരുന്നു. ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ അടുത്ത ടോപ്പിക്കാണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി. K2 സിലബസിൽ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ 4th സെമസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് ഈ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്നത്. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയും അതുപോലെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസിയും നിങ്ങളുടെ 4th സെമസ്റ്ററിൽ സിവിൽ എഞ്ചിനീയറിംഗുകാർക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്താണെന്നും എങ്ങനെയാണ് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സിന് ബീംസിനാണെങ്കിലും ഫ്രെയിംസിനാണെങ്കിലും ട്രസ്സസിനാണെങ്കിലും കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാമെന്നുമുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ആണെന്ന് ഞാൻ പറഞ്ഞു. കൈനമാറ്റിക്സ് എന്ന വേർഡ് മീനിങ് എന്താണ്? റിലേറ്റഡ് ടു മോഷൻ ആണ്, അല്ലെങ്കിൽ ജോമെട്രി ഓഫ് എ മോഷൻ ആണ് എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്താണെന്നും, അതായത് ഒരു ബോഡി റെസ്റ്റിലിരിക്കുമ്പോൾ ഉള്ള അതിൻ്റെ ഇൻഡിറ്റർമിനൻസി എന്താണ് മീൻ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് നമ്മൾ ഒരു സ്ട്രക്ചർ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനേറ്റ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത് എന്നതുമാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്താണെന്ന് നോക്കാം. കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നത്. ആ പേരിൽ തന്നെ അതിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലാവും. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഫ്രീഡത്തിൻ്റെ ഡിഗ്രി നമ്പർ എത്ര ആണ് എന്നുള്ളതാണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഒരു സ്ട്രക്ചറിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് എന്തുമാത്രം ജോയിൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്സ് പോസിബിൾ ആണ് എന്നതാണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസിനെ മറ്റൊരു ഡെഫിനിഷനായിട്ട് പറയാം. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ജോയിൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു എ സെറ്റ് ഓഫ് സ്പെസിഫൈഡ് ആക്സസ്. അപ്പോൾ നമ്മൾ ഒരു സ്പെസിഫൈഡ് ആയിട്ട് സെറ്റ് ഓഫ് ആക്സസ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എന്തുമാത്രം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ജോയിൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റുകൾ ഉണ്ടാകുന്നു എന്നതിൻ്റെ നമ്പറിനെയാണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി അഥവാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ബീമോ അല്ലെങ്കിൽ ഒരു ഫ്രെയിമോ ഡ്രസ്സോ എടുക്കുമ്പം ഓരോ ജോയിൻറ്റും കൺസിഡർ ചെയ്യുന്നു. ആ ഓരോ ജോയിൻറ്റിനും എവിടെയൊക്കെ മൂവ്മെൻറ്റ് പോസിബിൾ ആണ്, എവിടെയൊക്കെ ഡിസ്പ്ലേസ്മെൻറ്റ് പോസിബിൾ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പം ഒന്നെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിഫോർമേഷൻസ് ആവാം, കൂടാതെ റൊട്ടേഷൻസും ആവാം. അപ്പോൾ ഇത്തരത്തിലുള്ള ജോയിൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് പോസിബിൾ ആണ്. അപ്പം ആ എല്ലാ ജോയിൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ അതിനെയാണ് അവിടുത്തെ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി അഥവാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. നമ്മൾ ഡിറ്റർമിനേറ്റീവ് ഇൻഡിറ്റർമിനൻറ്റ് എന്താണെന്ന് പറഞ്ഞപ്പം തന്നെ പറഞ്ഞു, ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വെച്ച് എല്ലാ അൺനോൺസും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് ഡിറ്റർമിനേറ്റീവ് സ്ട്രക്ചർ എന്നും, കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്നും പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൈനമാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്താണെന്നാണ്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിലുള്ള എല്ലാ ജോയിൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റും അവിടുത്തെ കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻസ് വെച്ച് മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് കൈനമാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അവിടെയുള്ള എല്ലാ ജോയിൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റും, ആ ഒരു സ്കെലറ്റൽ സ്ട്രക്ചർ എടുത്താൽ അതിലുള്ള എല്ലാ ജോയിൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റും കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം എല്ലാം കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെ എനിക്ക് കൈനമാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറയാം. അതിനർത്ഥം എന്താണ്? അവിടെയുള്ള നമ്പർ ഓഫ് അൺനോൺ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എണ്ണം കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻ്റെ നമ്പറിനേക്കാൾ ഗ്രേറ്റർ ആണ് എന്നതാണ്. അപ്പോൾ അടുത്തൊരു ടേമാണ് ഇക്വേഷൻസ് ഓഫ് കോമ്പാറ്റിബിലിറ്റി എന്നത്. എങ്ങനെയാണ് നമ്പർ ഓഫ് ഇക്വേഷൻസ് ഓഫ് കോമ്പാറ്റിബിലിറ്റി നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്? അതായത് ദ നമ്പർ ഓഫ് ഇക്വേഷൻസ് ഓഫ് കോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത് അവിടെയുള്ള സപ്പോർട്ട് റിയാക്ഷൻസ് മൂലം എന്തുമാത്രം അല്ലെങ്കിൽ എത്ര നമ്പേഴ്സ് ഓഫ് കൺസ്ട്രെയിൻസ് ഇമ്പോസ്ഡ് ആവുന്നു എന്നതും, കൂടാതെ അതർ ഫാക്ടേഴ്സ് ആയ ഇൻഎക്സ്റ്റെൻസിബിലിറ്റി ഓഫ് ദ മെമ്പറും ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻസ് ഓഫ് കോമ്പാറ്റിബിലിറ്റിയുടെ നമ്പർ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി എത്ര നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കമ്പോണൻസ് ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്
ഓരോ ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ് അനുസരിച്ച് എത്ര നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കമ്പോണൻസ് ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പിൻ ജോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഫ്രെയിം കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഒരു പിൻ ജോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഫ്രെയിം കൺസിഡർ ചെയ്തു. അപ്പം നമ്മൾ എന്താണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്, എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് കമ്പോണൻസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കമ്പോണൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം പ്ലെയിനിലിരിക്കുന്ന ഒരു 2D പ്ലെയിനിലിരിക്കുന്ന ഒരു പിൻ ജോയിൻറ്റഡ് പ്ലെയിൻ ഫ്രെയിമിന് 2 ഇൻഡിപെൻഡൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കമ്പോണൻറ്റ്, അതായത് 2 ട്രാൻസ്ലേഷൻസ് ആണ് അവിടെ ഉണ്ടാവുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. എക്സ് ഡയറക്ഷനിലും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും ഇപ്പം ഡെൽറ്റ എക്സ് ആവാം, വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഡെൽറ്റ വൈ ആവാം. പിൻ ജോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഫ്രെയിമിന് നമ്മൾ 2 ഇൻഡിപെൻഡൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കമ്പോണൻസ് ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി ഇതേ സ്ഥാനത്ത് തന്നെ ഞാൻ പ്ലെയിൻ ഫ്രെയിം മാറ്റി അവിടെ നമുക്ക് സ്പേസ് ഫ്രെയിം ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇനി പിൻ ജോയിൻറ്റഡ് സ്പേസ് ഫ്രെയിം ആണ് എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കമ്പോണൻസ് എന്ന് പറയുന്നത് അവിടെ 3 ആണ്. സ്പേസിൽ ഇരിക്കുവാണ്. അപ്പം ഡെൽറ്റ എക്സ്, ഡെൽറ്റ വൈ, ഡെൽറ്റ ഇസഡ് 3 ഡയറക്ഷനിലേക്കും 3 ട്രാൻസ്ലേഷൻ ആണ് അവിടെ പോസിബിൾ ആയിട്ടുള്ളത്. അപ്പം 3 ട്രാൻസ്ലേഷൻ ആണ് അവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് നമ്പർ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് റിജിഡ് ജോയിൻറ്റഡ് പ്ലെയിൻ ഫ്രെയിം നോക്കാം. റിജിഡ് ജോയിൻറ്റഡ് പ്ലെയിൻ ഫ്രെയിം ആണെങ്കിൽ നമുക്കറിയാം റിജിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് ഓരോ ജോയിൻറ്റും എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന ഇൻഡിപെൻഡൻറ്റ് ജോയിൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് 3 നമ്പേഴ്സ് ആണ്. 2 ട്രാൻസ്ലേഷനും 1 റൊട്ടേഷനുമാണ് അവിടെ പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഏതൊരു റിജിഡ് ജോയിൻറ്റഡ് പ്ലെയിൻ ഫ്രെയിം എടുത്താലും 3 ഇൻഡിപെൻഡൻറ്റ് കമ്പോണൻസ് ആണ്. അതിൽ 2 ട്രാൻസ്ലേഷനും 1 റൊട്ടേഷനുമാണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ മൊത്തം റിജിഡ് ജോയിൻറ്റഡ് പ്ലെയിൻ ഫ്രെയിമിന് 3 ഇൻഡിപെൻഡൻറ്റ് ജോയിൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കമ്പോണൻസ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇതേ സ്ഥാനത്ത് പ്ലെയിൻ മാറി സ്പേസ് ഫ്രെയിം ആണെങ്കിലോ, സ്പേസിലിരിക്കുന്ന ഒരു റിജിഡ് ഫ്രെയിം ആണെങ്കിലോ എത്ര ട്രാൻസ്ലേഷനും എത്ര റൊട്ടേഷനും ആയിരിക്കും അവിടെ പോസിബിൾ ആയിട്ടുള്ളത്? സ്പേസിലാണ്. ഒബ്വിയസ്ലി 3 ട്രാൻസ്ലേഷനും കാണും, 3 റൊട്ടേഷനും കാണും. അപ്പോൾ അവിടെ മൊത്തം 6 നമ്പേഴ്സ് ആണ്. അതായത് 3 ട്രാൻസ്ലേഷനും 3 റൊട്ടേഷനുമാണ്. ഓക്കെ, അപ്പോൾ ഒരു റിജിഡ് ജോയിൻറ്റഡ് സ്പേസ് ഫ്രെയിം എടുക്കുകയാണെങ്കിൽ അവിടെ 3 ട്രാൻസ്ലേഷനും 3 റൊട്ടേഷനുമാണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കമ്പോണൻസ് ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ വേരിയസ് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻ്റ് ആണ് നമ്മൾ പറഞ്ഞത്. പിൻ ജോയിൻറ്റഡ് പ്ലെയിൻ ഫ്രെയിം ആണ് എന്നുണ്ടെങ്കിൽ 2 ട്രാൻസ്ലേഷൻ ആണ് പോസിബിൾ. പിൻ ജോയിൻറ്റഡ് സ്പേസ് ഫ്രെയിം ആണ് എന്നുണ്ടെങ്കിൽ 3 ട്രാൻസ്ലേഷൻ ആണ് പോസിബിൾ. റിജിഡ് ജോയിൻറ്റഡ് പ്ലെയിൻ ഫ്രെയിം ആണെങ്കിൽ 2 ട്രാൻസ്ലേഷനും 1 റൊട്ടേഷനുമാണ് പോസിബിൾ. റിജിഡ് ജോയിൻറ്റഡ് സ്പേസ് ഫ്രെയിം ആണെങ്കിൽ 3 ട്രാൻസ്ലേഷനും 3 റൊട്ടേഷനുമാണ് പോസിബിൾ. ഓക്കെ, ഇനി നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സപ്പോർട്ട്, അതായത് ഒരു പ്ലെയിൻ ഫ്രെയിമിലിരിക്കുന്ന പലതരത്തിലുള്ള സപ്പോർട്ട്, അതായത് നമ്മളിപ്പം നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യം കുറേ ടേംസുകൾ എങ്ങനെയൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് ആദ്യം പരിചയപ്പെടേണ്ടത്. അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് സപ്പോർട്ട് കണ്ടീഷൻ അനുസരിച്ച് പ്ലെയിൻ ഫ്രെയിമിലിരിക്കുന്ന ഡിഫറെൻറ്റ് സപ്പോർട്ട് കണ്ടീഷൻ അനുസരിച്ച് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഫിക്സഡ് സപ്പോർട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഒരു ഫിക്സഡ് സപ്പോർട്ട് കൺസിഡർ ചെയ്തു. നമ്മൾ പറഞ്ഞു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ജോയിൻറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. ഈ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സപ്പോർട്ട് പോയിന്റ് ആവാം, അല്ലെങ്കിൽ 2 മെമ്പർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആവാം, ക്രോസ് സെക്ഷൻ മാറുന്ന പോയിന്റ് ആവാം. അപ്പോൾ ആ ഒരു ജോയിൻറ്റിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റുകൾ, പോസിബിൾ ഡിസ്പ്ലേസ്മെൻറ്റുകൾ എത്രയാണ് എന്നുള്ളതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഫിക്സഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിനെ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. എങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, വെർട്ടിക്കലിലോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, റൊട്ടേഷനും പോസിബിൾ അല്ല, അതല്ലെങ്കിൽ സ്ലോപ്പും പോസിബിൾ അല്ല. അപ്പം ഒരു ഡയറക്ഷനിലോട്ടും മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. ദാറ്റ് മീൻസ് ഫ്രീഡം എന്ന് പറയുന്നത് അവിടെ 0 ആണ്. അതുകൊണ്ട് എന്ത് പറയാം? ഒരു ഫിക്സഡ് സപ്പോർട്ടാണ് കണ്ടീഷൻ എങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം DOF എന്ന് നമ്മൾ നൊട്ടേഷൻ സാധാരണ പറയാറുള്ളതാണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. അതായത് ഹൊറിസോണ്ടലും പോസിബിൾ അല്ല, വെർട്ടിക്കലും പോസിബിൾ അല്ല, റൊട്ടേഷനും അവിടെ പോസിബിൾ അല്ല. ഇനി രണ്ടാമത്തെ സപ്പോർട്ട് കണ്ടീഷൻ എടുക്കാം.
രണ്ടാമതായിട്ട് ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ട്, ഹിഞ്ച്ഡ് അഥവാ പിൻഡ് സപ്പോർട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. നമുക്കറിയാം സാധാരണ ഒരു ഹിഞ്ച് സപ്പോർട്ടിന് എന്തുമാത്രം റിയാക്ഷൻസ് ആണ്, എത്ര റിയാക്ഷൻസ് ആണ് ഉണ്ടാകുന്നത്? വെർട്ടിക്കലിലും ഹൊറിസോണ്ടലിലും 2 റിയാക്ഷൻസ് ആണ് ഉണ്ടാകുന്നത്. റിയാക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അവിടെ മൂവ്മെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു റീസ്ട്രെയിൻ ഉണ്ടാവുകയാണ്. അപ്പോൾ ഹിഞ്ചിൻ്റെ കേസിലാണെങ്കിൽ ഒരു ലോഡ് അപ്ലൈ ചെയ്താൽ ഇവിടെ റൊട്ടേഷൻ മാത്രമേ പോസിബിൾ ഉള്ളൂ, അല്ലാതെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലോ വെർട്ടിക്കൽ ഡയറക്ഷനിലോ മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. അപ്പം എത്രയാണ് ഫ്രീഡം എന്ന് പറയുന്നത്? ഒരു നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡമേ അവിടെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ, അതാണ് റൊട്ടേഷൻ. അപ്പം ഇവിടുത്തെ ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ട് അഥവാ പിൻഡ് സപ്പോർട്ട് ആണെങ്കിൽ അവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1 നമ്പർ ആണ്. ആ 1 നമ്പർ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ റൊട്ടേഷൻ ആണ് അവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ കൺസിഡർ ചെയ്യേണ്ട മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു സപ്പോർട്ട് നോക്കാം, റോളർ സപ്പോർട്ട് നോക്കാം. ഓക്കെ, ഞാൻ റോളർ സപ്പോർട്ട് കൺസിഡർ ചെയ്തു. റോളർ സപ്പോർട്ടിൽ നിങ്ങൾക്കറിയാം എത്ര സപ്പോർട്ട് റിയാക്ഷൻസ് ആണ് ഉണ്ടാകുന്നത്? ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഒരു സപ്പോർട്ട് റിയാക്ഷൻ ആണ് ഉണ്ടാകുന്നത്. അതായത് വെർട്ടിക്കലി അവിടെ ഒരു റീസ്ട്രെയിൻഡ് ഉണ്ടാകുന്നു, അവിടെ മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. അപ്പം ബാക്കിയുള്ള ഡയറക്ഷൻ ഏതൊക്കെയാണ്? ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും അതിന് മൂവ് ചെയ്യാം, അതുപോലെ തന്നെ അതിന് റൊട്ടേഷനും ഉണ്ടാവാം. കൂടാതെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റും അവിടെ പോസിബിൾ ആണ്. അപ്പോൾ എന്തുമാത്രം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? 2 നമ്പേഴ്സ് ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഒരു റോളർ സപ്പോർട്ടിനുള്ളത്, റൊട്ടേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ ഡിഫോർമേഷൻ. അപ്പം ഞാൻ അവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 നമ്പേഴ്സിന് എടുക്കുന്നു. റൊട്ടേഷന് ഞാൻ തീറ്റ എന്ന് ഡിനോട്ട് ചെയ്യുന്നു, ഈ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. അപ്പം തീറ്റയും ഡെൽറ്റ എക്സുമാണ് അവിടുത്തെ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഒരു റോളർ സപ്പോർട്ട് ആണെങ്കിൽ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഉള്ളത്. അപ്പം നമ്മൾ കോമൺലി കണ്ടുവരുന്ന സപ്പോർട്ട് റിയാക്ഷൻസ് ഫിക്സഡ് ഉണ്ട്, ഹിഞ്ച്ഡ് ഉണ്ട്, റോളർ ഉണ്ട്. ഇനി ഞാൻ ഒരു ഫ്രീ എൻഡ് കൺസിഡർ ചെയ്യുകയാണ്. ഇതെന്താണ്? ഫിക്സഡ് ആണ്, ഹിഞ്ച്ഡ് ആണ്, റോളർ ആണ്, ഫ്രീ എൻഡ്. ഫ്രീ എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ ആണ്, എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാൻ അത് ഫ്രീ ആണ്. അപ്പോൾ അവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 നമ്പേഴ്സ് ആണ്. അതായത് അവിടെ തീറ്റ പോസിബിൾ ആണ്, ഡെൽറ്റ എക്സ് പോസിബിൾ ആണ്, ഡെൽറ്റ വൈ പോസിബിൾ ആണ്. 3 ഡയറക്ഷൻ. ഇപ്പം നമ്മൾ പ്ലെയിൻ ഫ്രെയിം ആണ് കൺസിഡർ ചെയ്യുന്നത്, അപ്പോൾ 2 ട്രാൻസ്ലേഷനും 1 റൊട്ടേഷനുമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഫ്രീ എൻഡ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 നമ്പേഴ്സ് ആണ്. അപ്പോൾ കോമൺലി അറിഞ്ഞിരിക്കേണ്ട 4 സപ്പോർട്ട് കണ്ടീഷൻസ് ആണ് പറഞ്ഞത്: ഫിക്സഡ്, ഹിഞ്ച്ഡ്, റോളർ ആൻഡ് ഫ്രീ എൻഡ്. ഇനി നമുക്ക് 2 എക്സ്ട്രാ സപ്പോർട്ട് കണ്ടീഷൻ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തതാണ് വെർട്ടിക്കൽ ഗൈഡഡ് റോളർ എന്ന് പറയുന്നത്. വെർട്ടിക്കലി ഫിക്സഡ് സപ്പോർട്ട് തന്നെ, പക്ഷെ അവിടെ വെർട്ടിക്കലി റോളർ കൊണ്ട് ഗൈഡ് ചെയ്തേക്കുവാണ്. അപ്പം ഫിക്സഡ് ആണെങ്കിൽ സപ്പോർട്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 ആണെന്ന് നേരത്തെ പറഞ്ഞു. ഇനി ഇവിടെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഒരു റോളർ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം റോളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് പോസിബിൾ ആണ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അവിടെ പോസിബിൾ ആണ്. അപ്പോൾ ഇതിൽ വെർട്ടിക്കലി ആണ് മൂവ്മെൻറ്റ് പോസിബിൾ. അതുകൊണ്ട് ഈ ഒരു സപ്പോർട്ട് കണ്ടീഷൻ വരുവാണെങ്കിൽ അവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1 നമ്പർ ആണ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഡെൽറ്റ വൈ എന്ന് എനിക്ക് പറയാം. ഇനി ഇതിപ്പോൾ വെർട്ടിക്കലി ഗൈഡഡ് റോളായി. ഇനി ഞാൻ ഹൊറിസോണ്ടലി ഗൈഡഡ് റോളർ നോക്കാം. ഓക്കെ, ഈ വരച്ചിരിക്കുന്നതാണ് ഹൊറിസോണ്ടലി ഗൈഡഡ് റോളർ. ഫിക്സഡ് സപ്പോർട്ടിൽ അവിടെ റോളർ കൂടി സപ്പോർട്ട് ചെയ്തു. ഫിക്സഡ് ആണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 ആണെന്ന് നേരത്തെ പറഞ്ഞു. ഇനി റോളർ ഏത് ഡയറക്ഷനിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആയതുകൊണ്ട് അവിടെ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് പോസിബിൾ ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1 നമ്പറാണ്. ഈ ഹൊറിസോണ്ടലി ഗൈഡഡ് റോളറിൻ്റെ തന്നെ മറ്റൊരു റെപ്രസെൻറ്റേഷൻ ആണിത്. ഇവിടെയും ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് മൂവ്മെൻറ്റ് പോസിബിൾ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1 നമ്പറാണ്. അപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് സപ്പോർട്ട് കണ്ടീഷൻ അനുസരിച്ച് എങ്ങനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ചില ടിപ്പിക്കൽ ജോയിൻസിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര നമ്പേഴ്സ് ആണ്, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ മെമ്പറിൽ ജോയിൻസ് കൺസിഡർ ചെയ്യുകയാണ്. ജോയിൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ സപ്പോർട്ട് പോയിന്റുകളാവാം. ആ സപ്പോർട്ടിനനുസരിച്ച് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ഇനി 2 മെമ്പറുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ ജോയിൻ്റ് എന്ന് നമുക്ക് പറയാം. അത്തരത്തിൽ ടിപ്പിക്കൽ ജോയിൻസുകൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ജോയിൻറ്റ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ്, ഈ ഒരു പോയിൻ്റാണ് നമ്മുടെ ജോയിൻറ്റ്. അതായത് ഈ ഒരു ജോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് 3 ഡയറക്ഷൻ, നമ്മളിപ്പോൾ എല്ലാം പ്ലെയിൻ ഫ്രെയിം ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 3 ഡയറക്ഷനിലേക്ക് ഇവിടെ മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും ട്രാൻസ്ലേഷൻ പോസിബിൾ ആണ്. കൂടാതെ ഇവിടെ റൊട്ടേഷനും പോസിബിൾ ആണ്.
അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടിപ്പിക്കൽ ജോയിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആണ്. ഡെൽറ്റ എക്സ്, ഡെൽറ്റ വൈ ആൻഡ് റൊട്ടേഷൻ. അപ്പോൾ ഇവിടെ ഡെൽറ്റ എക്സ് പോസിബിൾ ആണ്, ഡെൽറ്റ വൈ പോസിബിൾ ആണ്, റൊട്ടേഷൻ തീറ്റ പോസിബിൾ ആണ്. ഈ ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണെങ്കിൽ 3 നമ്പേഴ്സ് ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് അവിടെ പോസിബിൾ. അടുത്ത നമുക്ക് ഈ ഒരു ജോയിൻറ്റിൽ തന്നെ ഇൻറ്റേർണലി ഒരു ഹിഞ്ച് കൂടി വരികയാണ്. ഹിഞ്ച് കൂടി വരുമ്പം അവിടെ എക്സ്ട്രാ ഒരു മൂവ്മെൻറ്റ് കൂടി പോസിബിൾ ആകും. എന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ള 2 ട്രാൻസ്ലേഷനും ഒരു റൊട്ടേഷനും കൂടാതെ ആ ഹിഞ്ചിൻ്റെ പ്രസൻസ് മൂലം എക്സ്ട്രാ ഒരു റൊട്ടേഷൻ കൂടി പോസിബിൾ ആണ്. ടോട്ടൽ എത്രയായി? 2 ട്രാൻസ്ലേഷനും 2 റൊട്ടേഷനുമാണ് ഒരു ജോയിൻറ്റ് പോയിന്റിൽ ഹിഞ്ച് കൂടി വന്നാലും. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 4 നമ്പേഴ്സാണ്. 2 ട്രാൻസ്ലേഷനും 2 റൊട്ടേഷനുമാണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ നോക്കിയോ, ഇവിടെ ഞാൻ ഹിഞ്ച് വരച്ചത് ഈ മെമ്പറിൻ്റെ അകത്തോട്ടാണ് ഹിഞ്ച് വരച്ചത്. ഇനി ഞാൻ ഈ ഹിഞ്ച് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് 2 മെമ്പറിനും കൂടെ കോമൺ ആയിട്ട് ഞാൻ ഹിഞ്ച് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 2 റൊട്ടേഷൻ അല്ല, ഈ 3 മെമ്പേഴ്സിലോട്ടും 3 റൊട്ടേഷനാണ് അവിടെ പോസിബിൾ. ടോട്ടൽ 5 നമ്പേഴ്സ് ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആവും ഈ ഒരു കേസിൽ. അപ്പോൾ ആ ഹിഞ്ചിൻ്റെ പൊസിഷൻ എവിടാന്നനുസരിച്ചാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഞാനൊരു കണ്ടിന്യൂസ് മെമ്പർ കൺസിഡർ ചെയ്യാണ്. നടുക്കൊരു ജോയിൻറ്റും വന്നു. അപ്പോൾ ഈ ഒരു ജോയിൻറ്റ് ഇവിടെ ഒരു മെമ്പറിൽ നടുക്ക് പ്രസൻ്റ് ആണെങ്കിൽ ഇവിടെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് പോസിബിൾ ആണ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് പോസിബിൾ ആണ്, കൂടാതെ റൊട്ടേഷൻ പോസിബിൾ ആണ്. 2 റൊട്ടേഷൻ. അപ്പോൾ 2 ട്രാൻസ്ലേഷനും 2 റൊട്ടേഷനും ചേർന്ന് ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന 4 നമ്പേഴ്സ് ആണ്. 2 ട്രാൻസ്ലേഷനും 2 റൊട്ടേഷനുമാണ് ഈ ഒരു കേസിൽ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. നമുക്കറിയാം, നമുക്കിപ്പം കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ആണെങ്കിലും സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ആണെങ്കിലും അതുമായി റിലേറ്റ് ചെയ്ത പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് ചോദിച്ച് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് എളുപ്പം ചെയ്യണം. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും മീനിങ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഇക്വേഷൻസ് അല്ലെങ്കിൽ ഫോർമുലേഷൻസ് ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ പ്രോബ്ലംസിൻ്റെ ആൻസർ കണ്ടെത്താനായിട്ട് ആ ഒരു ഫോർമുലേഷൻസ് അറിയാമെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ റിജിഡ് ജോയിൻറ്റഡ് പ്ലെയിൻ ഫ്രെയിമിൻ്റെ DK കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലേഷനാണ് അടുത്തത് പറയാൻ പോകുന്നത്. അപ്പം DK എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഫോർമുലേഷനാണ് NJ - C എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതിലിനി N എന്താണ്, J എന്താണ്, C എന്താണെന്നല്ലേ നമുക്കിനി അടുത്തറിയേണ്ടത്. അപ്പോൾ N എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ ഈച്ച് ജോയിൻറ്റ് ആണ് N എന്ന് പറയും. അപ്പോൾ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ ഈച്ച് ജോയിൻ്റ് ആണ്. ഓരോ ജോയിനും എത്ര നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വന്നത് എന്നതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നൊട്ടേഷനാണ് N എന്ന് പറയുന്നത്. ഇനി J എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ജോയിൻസ് ആണ്. ഇവിടെ ഓരോ ജോയിന് എത്ര നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് N പറഞ്ഞു. J എന്ന് പറയുമ്പോൾ എത്ര നമ്പർ ഓഫ് ജോയിൻ്റ് ആ ഒരു ഗിവൺ സ്ട്രക്ചറിൽ ഉണ്ട് എന്ന്. അപ്പോൾ N × J ആയപ്പോഴത്തേക്കും എത്ര നമ്പർ ഓഫ് ജോയിൻറ്റുകളുണ്ട്, ഓരോ ജോയിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് അവിടെ കൺസിഡർ ചെയ്യും. അപ്പോൾ എന്താണ് ഇനി അടുത്ത C എന്ന് പറയുന്നത്? C എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റിയാക്ഷൻ കമ്പോണൻസ് ആണ്. നമ്പർ ഓഫ് റിയാക്ഷൻ കമ്പോണൻസ് ആണ്. നമ്മൾ തൊട്ട് മുന്നേയൊക്കെ 6 എന്നും പറഞ്ഞായിരുന്നു ഡിനോട്ട് ചെയ്തിരുന്നത്. അപ്പോൾ എന്തിനാണ് മറ്റൊരു നൊട്ടേഷൻ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസിബിൾ ആണെങ്കിൽ അവിടുത്തെ C ആയിട്ട് അവിടുത്തെ റിയാക്ഷൻ കമ്പൗണ്ട് R എത്രയാണെന്ന് എഴുതണം. ഇനി ആ എക്സ്റ്റെൻസിബിൾ അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ M+R ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 രീതിയിൽ ഞാൻ പറഞ്ഞു. ഒന്ന് R മൈനസ് ചെയ്യുന്നതും പറഞ്ഞു, ഒന്ന് M+R മൈനസ് ചെയ്യുന്നതും പറഞ്ഞു. അപ്പോൾ അവിടെ ആക്സിയൽ ഡീഫോർമേഷൻ എടുക്കുന്നോ നെഗ്ലക്റ്റ് ചെയ്യുന്നോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ നമ്മൾ സിയുടെ വാല്യൂ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് പ്ലെയിൻ ഫ്രെയിമിനും റിജിഡ് ഫ്രെയിമിനും എങ്ങനെ ഇക്വേഷൻ നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് റിജിഡ് ജോയിൻറ്റഡ് പ്ലെയിൻ ഫ്രെയിം കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം ഞാനൊരു റിജിഡ് ജോയിൻറ്റഡ് പ്ലെയിൻ ഫ്രെയിം എടുക്കുകയാണ്. നമുക്കറിയാം N × J - C ആണ് എടുക്കുന്നത്. അപ്പോൾ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ ഈച്ച് ജോയിൻ്റ് ആണ്. അപ്പോൾ ഒരു റിജിഡ് ജോയിൻറ്റ് പ്ലെയിൻ ഫ്രെയിം ആണെങ്കിൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെന്ന് നേരത്തെ പറഞ്ഞു.
3 നമ്പേഴ്സ് ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ഒരു ഫ്രെയിമിൽ എന്തുമാത്രം നമ്പർ ഓഫ് ജോയിൻ്റ് ഉണ്ട്? ജെ നമ്പർ ഓഫ് ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ n ഇൻറ്റു ജെയുടെ സ്ഥാനത്ത് എന്തായി? 3 ഇൻറ്റു ജെ ആണ്. ഇനി ഇവിടെ ആക്സിയൽ സ്ട്രെയിൻസ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ -c ആയിട്ട് എടുക്കേണ്ടതാണ്. അവിടുത്തെ റിയാക്ഷൻ കമ്പോണൻസ് എത്ര ആണ്? r നമ്പർ ഓഫ് റിയാക്ഷൻ കമ്പോണൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ 3j - r ആണ്. ഒരു റിജിഡ് ജോയിൻ്റ് പ്ലെയിൻ ഫ്രെയിമിൽ നമ്മൾ കൺസിഡറിങ് ആക്സിയൽ സ്ട്രെയിൻ ആണ് എന്നുണ്ടെങ്കിൽ, ആക്സിയൽ സ്ട്രെയിൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡി കെയുടെ ഇക്വേഷൻ ആണ് 3j - r ഒരു റിജിഡ് ജോയിൻ്റ് പ്ലെയിൻ ഫ്രെയിമിന്. ഇനി ഈ ആക്സിയൽ സ്ട്രെയിൻ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല, നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ -m+r ആണ് അവിടെ മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടുത്തെ ഫോർമുലേഷൻ ഡി കെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ 3j - m+r ആണ്. ഇനി നമുക്ക് റിജിഡ് ജോയിൻറ്റഡ് സ്പേസ് ഫ്രെയിം നോക്കാം. ഓക്കെ, റിജിഡ് ജോയിൻ്റ് സ്പേസ് ഫ്രെയിം ആണെങ്കിൽ ഒരു ഈച്ച് ജോയിൻറ്റിലും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര ആയിരുന്നു? 6 നമ്പേഴ്സ് ആയിരുന്നു. ജെ നമ്പർ ഓഫ് ജോയിൻസ് ഉണ്ട്, -r ആണ്. നമ്മൾ ആക്സിയൽ സ്ട്രെയിൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ 6j - r ആണ്. കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ -m+r ആണ് അവിടുത്തെ ഫോർമുലേഷൻ, ഡി കെ കണ്ടുപിടിക്കുന്ന ഫോർമുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതേ സ്ഥാനത്ത് റിജിഡ് ജോയിൻ്റ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പിൻ ജോയിൻ്റ് പ്ലെയിൻ ഫ്രെയിം ആണെങ്കിൽ ഡി കെ എന്ന് പറയുന്നത് നമുക്കറിയാം. പ്ലെയിൻ ഫ്രെയിം ആണെങ്കിൽ ഒരു ജോയിൻറ്റിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് പോസിബിൾ? 2 നമ്പേഴ്സ് ഓഫ് ട്രാൻസ്ലേഷൻ ആണ് അവിടെ പോസിബിൾ. അപ്പം 2 ഇൻറ്റു ജെ -r ആണ് അവിടുത്തെ ഫോർമുലേഷൻ. ഇനി സ്പേസ് ഫ്രെയിം ആണ് എന്നുണ്ടെങ്കിൽ ഡി കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 3j - r ആണ്. അപ്പോൾ ഒരു റിജിഡ് ജോയിൻ്റ് പ്ലെയിൻ ഫ്രെയിമിനാണെങ്കിലും പിൻ ജോയിൻ്റ് പ്ലെയിൻ ഫ്രെയിമിനും സ്പേസ് ഫ്രെയിമിനും ആണെങ്കിൽ ഡി കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള ഫോർമുലേഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി പറഞ്ഞു ഓരോ ഇന്റേണലി ഹിഞ്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എക്സ്ട്രാ റീസ്ട്രെയിൻസ് ഒക്കെ എടുക്കേണ്ടത് എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കും. ഇപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞെന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് പറഞ്ഞത്. ഇനി കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാൻ നമ്മൾ ചില ടെക്സ്റ്റുകളൊക്കെ റെഫർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ചില വീഡിയോസ് റെഫർ ചെയ്യുകയാണെങ്കിൽ ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഫോർമുല ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞത് തന്നെയാണ്. അതിൽ ഏതൊരു പ്രോബ്ലം ആണെങ്കിലും നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു സിംപ്ലിഫൈഡ് ഫോർമുല നമുക്ക് നോക്കാം. ഈ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി അല്ലെങ്കിൽ ഡി കെ കണ്ടുപിടിക്കാൻ ഞാൻ മറ്റൊരു സിംപ്ലിഫൈഡ് ഫോർമുലയാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ഏതാണ് നിങ്ങളുടെ ഈസിയസ്റ്റ് മെത്തേഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഡി കെ കണ്ടുപിടിക്കാനുള്ള ഒരു സിംപ്ലിഫൈഡ് ഫോർമുലയാണ് j - b + ഗാമ എന്നാണ് ആ ഫോർമുല ഞാൻ എഴുതിയേക്കുന്നത്. ഇനി ഓരോ ടേമുകളും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എ എന്താണ്, ജെ എന്താണ്, ബി എന്താണ്, ഗാമ എന്താണെന്നാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ ആദ്യം തന്നെ എ എന്താണ്? ആദ്യം നമ്മളെ പറഞ്ഞതുപോലെ തന്നെ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അവൈലബിൾ അറ്റ് ഈച്ച് ജോയിൻ്റ് ആണ് എ എന്ന് പറയും. നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അവൈലബിൾ അറ്റ് ഈച്ച് ജോയിൻറ്റ് ആണ് എ എന്ന് പറയുന്നത്. ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ജോയിൻറ്റ്സ് തന്നെ. ബി എന്ന് പറഞ്ഞാൽ അവിടുത്തെ നമ്പർ ഓഫ് റിയാക്ഷൻസ് ആണ്. നമ്പർ ഓഫ് റിയാക്ഷൻ ഗാമയാണ് അവിടുത്തെ നമ്പർ ഓഫ് റിലീസസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഹിഞ്ച് ഒക്കെ എക്സ്ട്രാ പ്രസൻസ് കാരണം അവിടെ എത്ര റിലീസസ് എടുക്കണം എന്ന് കൺസിഡർ ചെയ്യണം എന്നുള്ളൊരു ടേം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സിംപ്ലിഫൈഡ് ഫോർമുല ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുല വെച്ച് 2-3 എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഡി കെ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഞാനൊരു കണ്ടിന്യൂസ് ബീം കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ ഒരു ഇൻറ്റേർണൽ ഹിഞ്ച് കൂടി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം ഡി കെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എ ഇൻറ്റു ജെ - ബി + ഗാമയാണെന്ന് അറിയാം. അത് ഞാൻ എഴുതുന്നു. ഡി കെ = എ ഇൻറ്റു ജെ - ബി + ഗാമയാണ്. ഇനി എ എന്താണ്? ഓക്കെ, എ എന്ന് പറഞ്ഞാൽ അവിടെ എന്തുമാത്രം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പോസിബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ 2 ട്രാൻസ്ലേഷനും 1 റൊട്ടേഷനുമാണ് അവിടെ പോസിബിൾ. നമ്മളിപ്പോൾ പ്ലെയിൻ ബീം അല്ലെങ്കിൽ പ്ലെയിൻ കണ്ടീഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ എ വാല്യൂ എന്ന് പറയുന്നതാണ് 3 നമ്പേഴ്സ്. ഇനി ജെ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ജോയിൻ്റ് എത്ര ആണ്? പിന്നെ ഇതൊരു ജോയിൻ്റ് ആണ്, ഇതൊരു ജോയിൻ്റ് ആണ്. ഹിഞ്ച് പോയിന്റ് എന്ന് പറയുന്ന ഒരു ജോയിൻ്റ് ആണ്. ഈ ജോയിൻ്റ് അപ്പം ടോട്ടൽ 1 2 3 4 5 നമ്പേഴ്സ് ഓഫ് ജോയിൻ്റ് ആണ് അവിടെ ഉള്ളത്.
ഇനി എത്രയാണ് ബി? ബി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ റിയാക്ഷൻ കമ്പോണൻ്റ് ആണ്. നമുക്കറിയാം ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ 3 റിയാക്ഷൻ ഉണ്ട്, ഹിഞ്ചഡ് ആണെന്നുണ്ടെങ്കിൽ 2 റിയാക്ഷൻ ഉണ്ട്, റോളർ ആണെങ്കിൽ 1 റിയാക്ഷൻ, ഫിക്സഡ് ആണ് എന്നുണ്ടെങ്കിൽ 3 റിയാക്ഷൻ. അപ്പോൾ ടോട്ടൽ 3 + 2 5, 5 + 1 6, 6 + 3 = 9 നമ്പർ ഓഫ് റിയാക്ഷൻ കമ്പോണൻ്റ് ആണുള്ളത്. അപ്പോൾ അവിടുത്തെ ബി എന്ന് പറയുന്നത് 9 ആണ്. ഇനി നമുക്ക് ഗാമ എന്താണെന്ന് നോക്കാം. ഗാമ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റിലീസസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരു ഹിഞ്ചിൻ്റെ പ്രസൻസ് ഉണ്ട്. ഹിഞ്ച് ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഇക്വേഷൻസ് എങ്ങനെ കൺസിഡർ ചെയ്യണമെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. n-1 എന്ന ഇക്വേഷൻസ് വെച്ച് കൺസിഡർ ചെയ്യാം. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് മീറ്റിംഗ് അറ്റ് ദാറ്റ് ഹിഞ്ച് പോയിന്റ് ആണ്. അപ്പോൾ 2 മെമ്പറാണ് മീറ്റ് ചെയ്യുന്ന ഹിഞ്ചിൽ. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 2, 2 - 1 = 1. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് റിലീസസ് എന്ന് പറയുന്ന 1 ആണ്. അത് n-1, 2 - 1 വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഞാൻ ഡി കെയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി കെയുടെ ഇക്വേഷനിൽ എ എന്ന് പറയുന്ന 3 ആണ്, ജെ എന്ന് പറയുന്ന 5 ആണ്, -b 9 പ്ലസ് ഗാമ 1. അപ്പം 3 × 5 15 - 9 ദാറ്റ് ഈസ് 6. 6 + 1 = 7. ടോട്ടൽ ഡി കെ വാല്യൂ, ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്ന 7 നമ്പേഴ്സ് ആണ് ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് തൊട്ട് മുന്നേ പറഞ്ഞ ഡെഫിനിഷൻസ് വെച്ച് പറഞ്ഞ മീനിങ് വെച്ച് നമുക്ക് ഡി കെയുടെ വാല്യൂ എത്ര കിട്ടുമെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു ഫിക്സഡ് സപ്പോർട്ടാണ്. ഫിക്സഡ് സപ്പോർട്ടിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര എന്നാണ് പറഞ്ഞത്? 0 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വാല്യൂ 0 ആണ്. ഇനി ഇത് നോക്കിയേ, ഹിഞ്ചഡ് സപ്പോർട്ടാണ്. ഹിഞ്ചഡ് സപ്പോർട്ടാണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര ആണെന്നാണ് നമ്മൾ പറഞ്ഞത്? 1 നമ്പർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1 ആണ്. ഇനി അടുത്തത് റോളർ സപ്പോർട്ട്. റോളർ സപ്പോർട്ടിന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര ആണെന്ന് നമ്മൾ പറഞ്ഞു? 2 നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 നമ്പേഴ്സ്. ഇത് ഫിക്സ്ഡ് ആയതുകൊണ്ട് ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 ആണ്. അപ്പോൾ ഹിഞ്ച് വരുമ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്കൊരു ബീമിൽ ഒരു ഹിഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെർട്ടിക്കലി മൂവ്മെൻറ്റ് പോസിബിൾ ആണ്, അതുപോലെ ഹൊറിസോണ്ടലി മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. ഇനി നോക്കിക്കും, ഈ ഒരു ഹിഞ്ചിലായിട്ട് 2 മെമ്പറാണ് വന്ന് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ടുള്ള സപ്പോർട്ട് കണ്ടീഷന് ഡിഫറെൻ്റ് ആണ്, അങ്ങോട്ടുള്ള സപ്പോർട്ട് കണ്ടീഷന് ഡിഫറെൻ്റ് ആണ്. നോക്കിക്കേ, ഇവിടെ ഹിഞ്ച് സപ്പോർട്ട്, ഇവിടെ റോളർ സപ്പോർട്ടാണ്. അപ്പോൾ 2 എൻഡിലോട്ട് 2 രീതിയിലായിരിക്കും അവിടെ റൊട്ടേഷൻ പോസിബിൾ. സെയിം റൊട്ടേഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹിഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന റൊട്ടേഷൻ രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. θ1 θ2 ആയിരിക്കും. അപ്പം ടോട്ടൽ മൊത്തത്തിൽ ആ ഒരു ഹിഞ്ചിൻ്റെ പ്രസൻസ് കാണണം. 4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് അവിടെ ഡെവലപ്പ് ആയത്. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 4 നമ്പേഴ്സ് ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ആയത്. അപ്പോൾ നമുക്ക് ടോട്ടൽ കൂട്ടി നോക്കാം. ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 ആയിരുന്നു, ഇവിടെ 1 ആയിരുന്നു, ഇവിടെ 2 ആയിരുന്നു, ഈ സപ്പോർട്ടിൽ 0 ആയിരുന്നു, പിന്നെ ഹിഞ്ചിൻ്റെ പ്രസൻസ് മൂലം 4, മൊത്തം 7 നമ്പേഴ്സ് എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ മീനിങ് വെച്ച് നമുക്ക് ഡി കെയുടെ വാല്യൂ 7 എന്ന് കിട്ടി. ഈ ഒരു ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് 7 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ഡി കെ കണ്ടുപിടിക്കുന്ന ഒരു എക്സാമ്പിൾ, ഒരു ബീമിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ട്രസ് എക്സാമ്പിൾ ആയിട്ട് നോക്കാം. 2 എൻഡും ഹിഞ്ചഡ് ആയിട്ടുള്ള ട്രസ് കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ട്രസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ട്രസ്സിൽ മൊമെൻ്റ് ഉണ്ടാവുകയില്ല, അതുകൊണ്ട് തന്നെ അവിടെ റൊട്ടേഷനും ഉണ്ടാവത്തില്ല. അപ്പോൾ തൊട്ട് മുന്നത്തെ ബീമിൻ്റെ പ്രോബ്ലത്തിൽ നമ്മൾ എ വാല്യൂ 3 എടുത്തെങ്കിൽ ഇവിടെ ട്രസ്സിൻ്റെ കേസിൽ എ വാല്യൂ 2 നമ്പേഴ്സ് എടുത്താൽ മതി. അവിടെ മൊമെൻ്റ് പോസിബിൾ അല്ല. ഇനി പോസിബിൾ നമ്പർ ഓഫ് ജോയിൻ്റ് എന്ന് പറയുന്നത് 1 2 3 4 5 6 നമ്പേഴ്സ് ഓഫ് ജോയിൻ്റ് ഉണ്ട്. ബി എന്ന് പറഞ്ഞാൽ എത്ര റിയാക്ഷൻ കമ്പോണൻറ്റ്? ഇവിടെ 2 റിയാക്ഷൻ കമ്പോണൻറ്റ്, ഇവിടെ 2 റിയാക്ഷൻ കമ്പോണൻറ്റ്, ടോട്ടൽ 4 നമ്പർ ഓഫ് റിയാക്ഷൻ കമ്പോണൻറ്റ്. ഇനി ഗാമ നമ്പർ ഓഫ് റിലീസസ്, ഇവിടെ ഇൻറ്റേർണൽ ഹിഞ്ചസ് ഒന്നും പ്രസൻറ്റ് അല്ല, അതുകൊണ്ട് തന്നെ 0 വാല്യൂ ആണ്. ഇനി ആ ഇക്വേഷനിൽ നമുക്ക് ഡി കെ നോക്കാം. a into j, that is 2 into 6, minus b, that is -4, plus gamma, that is +0, that is 2 into 6 12 minus 4 is equal to 8 നമ്പർ ആണ് ഇവിടുത്തെ ഡി കെ വാല്യൂ നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിയത്. ഇനി നമുക്ക് മീനിങ് വെച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ട്രസ്സിന് മൊമെൻ്റ് ഉണ്ടാവുകയില്ല. അപ്പോൾ ഒരു ഹിഞ്ചഡ് സപ്പോർട്ടാണ്, അപ്പോൾ അവിടുത്തെ റൊട്ടേഷൻ അവിടെ പോസിബിൾ അല്ല. അതുകൊണ്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 ആണ്. ഇവിടെയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 ആണ്. ഇനി ഓരോ ജോയിൻറ്റുകളും നോക്കാം. അപ്പോൾ ഒരു ജോയിൻറ്റ് 2D ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ട്രസ്സിന് മൊമെൻ്റ് ഇല്ല, അപ്പോൾ റൊട്ടേഷൻ എന്നൊരു ടേമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഓരോ ജോയിൻറ്റിനും 2 ട്രാൻസ്ലേഷൻ വെച്ചാണ് അവിടെ ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ ഈ ജോയിന് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഇവിടെയും 2, ഇവിടെയും 2, ഇവിടെയും 2. അപ്പം ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ഡി കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 + 2 + 2 + 2 ദാറ്റ് ഈസ് 8 എന്ന് നമുക്ക് കിട്ടി. ഇക്വേഷൻ വെച്ചിട്ടും 8 കിട്ടി, ആ മീനിങ് വെച്ചിട്ട് സപ്പോർട്ട് കണ്ടീഷൻ ആൻഡ് ജോയിൻ കണ്ടീഷൻ വെച്ചിട്ടും 8 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. അപ്പോൾ ട്രസ്സിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തൊരു ഫ്രെയിമിൻ്റെ എക്സാമ്പിൾ നോക്കാം.
ഓക്കെ, അപ്പോൾ ഞാനൊരു ഫ്രെയിമിന് എക്സാമ്പിൾ പറഞ്ഞു. 3 ഇൻറ്റു ഫിക്സഡ് ആയിട്ടുള്ളതും പിന്നെ ഇവിടെ ഒരു ഇൻ്റേണൽ ഹിഞ്ചും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇക്വേഷൻ വെച്ച് നോക്കാം. എ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞു ഫ്രെയിംസിനും ബീംസിനും ഒക്കെ 3 നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പം എയുടെ വാല്യൂ 3 ആയി. ഇനി ജെ നമ്പർ ഓഫ് ജോയിൻ്റ് എത്രയാണ്? 1 2 3 4 5 6 7 8 9 10 നമ്പേഴ്സ് ഓഫ് ജോയിൻറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 10 നമ്പറാണ്. ബി വാല്യൂ എന്ന് പറയുമ്പോൾ റിയാക്ഷൻസിൻ്റെ സപ്പോർട്ട് റിയാക്ഷൻസിൻ്റെ എണ്ണമാണ്. ഫിക്സഡ് ആയതുകൊണ്ട് 3 നമ്പേഴ്സാണ്. അപ്പോൾ 3 ഫിക്സഡ്, ദാറ്റ് ഈസ് 3 × 3 = 9 നമ്പേഴ്സാണ്. ഇനി നമ്മുടെ ഗാമയാണ് അടുത്തത് നോക്കേണ്ടത്. ഗാമ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇൻറ്റേർണൽ ഹിഞ്ച് ഉണ്ടെങ്കിൽ n-1 ആണ് നമ്മുടെ ഇക്വേഷൻ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് മീറ്റിംഗ് അറ്റ് ദാറ്റ് ഹിഞ്ച് പോയിന്റ്, ദാറ്റ് ഈസ് 4 നമ്പേഴ്സ് ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് n എന്ന് പറയുമ്പോൾ 4 ആണ്. 4 - 1 = 3 നമ്പേഴ്സാണ് അവിടുത്തെ ഗാമ എന്ന് പറയുന്നത്. 3 വാല്യൂ, ഗാമ വാല്യൂ 3 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നോക്കാം. 3 × 10 - 9 + 3, that is 30 - 9, 21 + 3 = 24 ആണ് ഇവിടുത്തെ DK വാല്യൂ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് മീനിങ് വെച്ച് നോക്കാം എങ്ങനെ DK കണ്ടുപിടിക്കാമെന്ന്. ഫിക്സഡ് ആയതുകൊണ്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ്? 0, ഇവിടെ 0, ഇവിടെയും 0 ആണ്. ഇനി ഓരോ ജോയിനും നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഓരോ ജോയിനിലും 3 നമ്പേഴ്സ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ച് പോസിബിൾ ആണ്. ജോയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് പോസിബിൾ ആണ്. തൊട്ട് മുന്നേ ട്രസ്സിൽ നമ്മൾ മൊമെൻറ്റ് കൺസിഡർ ചെയ്യാത്തതുകൊണ്ടാണ് റൊട്ടേഷൻ എടുക്കാതെ. എന്നാൽ ഇവിടെ റൊട്ടേഷനും കൺസിഡർ ചെയ്യണം. ഇവിടെയും 3 ആണ്. ഓക്കെ, അപ്പോൾ ഓരോ ജോയിൻറ്റിലും 3 നമ്പേഴ്സ് ഓഫ് ജോയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് പോസിബിൾ ആയിട്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ 3 ആയിട്ട് എടുത്തു. ഹിഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നേരത്തെ ഒരു ബീമിന് പറഞ്ഞു. ഇവിടെ നോക്കി 4 മെമ്പർ മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് ഇവിടെ ഹിഞ്ച് വാല്യൂ ഉണ്ടായത്. അപ്പം 4 ഡിഫറെൻറ്റ് പോയിന്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓരോ റൊട്ടേഷനും സെപ്പറേറ്റ് ആയിരിക്കും. ഓരോ തീറ്റകളും സെപ്പറേറ്റ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ 4 റൊട്ടേഷൻ അവിടെ പോസിബിൾ ആണ്. അതുകൂടാതെ 2 ട്രാൻസ്ലേഷൻ Δx Δyയും പോസിബിൾ ആണ്. ടോട്ടൽ 6 നമ്പേഴ്സാണ് ഇവിടുത്തെ ഈ ഒരു ഇൻറ്റേർണൽ ഹിഞ്ചിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ DK വാല്യൂ നമുക്ക് ടോട്ടൽ ഇപ്പോൾ എത്ര കിട്ടി? ഇവിടെ 0 ആണ്, ഇവിടെ 3 ആണ്, +3 +3 +3 +3 +3 പ്ലസ് ഇൻറ്റേർണൽ ഹിഞ്ചിൻ്റെ 6 +0. അപ്പോൾ എത്രയായി? 3 + 3 6, 6 + 3 9, 9 + 3 12, 12 + 3 15, 15 + 3 18, 18 + 6 24. അപ്പോൾ ടോട്ടൽ ഡിഗ്രീസ് ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി DK വാല്യൂ നിങ്ങൾക്ക് 24 കിട്ടി. അപ്പോൾ ആ ഒരു മീനിങ് വെച്ചും കിട്ടി. നമ്മുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 24 എങ്ങനെയാണെന്ന് കിട്ടി. അപ്പോൾ ഒരു ഫ്രെയിമിൻ്റെ എക്സാമ്പിൾ, ഫ്രെയിമിൻ്റെ ക്വസ്റ്റ്യനും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എല്ലാം 2Dയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി 3D ആണെന്നുണ്ടെങ്കിൽ 3D ഡ്രസ്സ് ആണെങ്കിൽ അവിടെ A വാല്യൂ ആണ് മാറുന്നത്, വേരി ചെയ്യുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അവിടെ A വാല്യൂ 2D ഡ്രസ്സാണ്. 3D ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ 3 നമ്പേഴ്സും അതുപോലെ തന്നെ 3D ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ 6 നമ്പേഴ്സുമാണ് നമുക്ക് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു മീനിങ് വെച്ചിട്ട് പ്രോബ്ലം ചെയ്ത് നോക്കുക. DK വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഇനി ആക്സിയൽ ഡിഫോർമേഷൻ നെഗ്ലക്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളവിടെ മൈനസ് റിയാക്ഷൻ മൈനസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്പർ ഓഫ് മെമ്പേഴ്സ് കൂടി ആയത് ആ മെമ്പേഴ്സിൻ്റെ ഡിഫോർമേഷൻസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ബീമിനും ട്രസ്സസിനും ഫ്രെയിംസിനും 2Dയിലാണെങ്കിലും 3Dയിലാണെങ്കിലും എങ്ങനെ ഡിറ്റർമിൻ ചെയ്യണമെന്നുള്ള മെയിനായിട്ടുള്ള തിയറിറ്റിക്കൽ പാർട്ടും അതുപോലെ 2-3 എക്സാമ്പിളുമാണ് പറഞ്ഞത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അവൈലബിൾ ആണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സിൽ അവൈലബിൾ ആണ്. ആ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ഒരു പ്രൊസീജിയർ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ഓരോ മീനിങ്, ഓരോ ജോയിൻറ്റ് എങ്ങനെയാണ് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുന്നുള്ള മീനിങ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ഏതൊരു പ്രോബ്ലവും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് DK വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, വരും നോട്ടിഫിക്കേഷനായി സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊള്ളുന്നു.